ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ അമ്മ കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയാ, വേദയുടെ ബാഗൊക്കെ ആ ഒരു ഹോളിൽ തന്നെ ഇരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ അമ്മക്ക് ഭയങ്കര സങ്കടവും, നിനക്ക് ഇവിടെ ഇപ്പോഴും ഒരു വിലയില്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട്, നമ്മുടെ വിക്രത്തിന്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നുണ്ട്, അവരോട് ആദ്യം തന്നെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് സംസാരിച്ച് തുടങ്ങുന്നത്. നിങ്ങളുടെ മകളെ ഞങ്ങളിവിടെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഞങ്ങളുടെ മകൻ അത്രയ്ക്കും താന്തോന്നിയാണ്. അപ്പം ആ ഒരു മകളുടെ ജീവിതം കൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ മകൾ എങ്ങനെയും ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് അവളുടെ ഭാവിക്ക് നല്ലത് എന്നൊക്കെ നമ്മൾ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെ അവരോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പത്മ ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടി ഇറങ്ങുവാട്ടോ. അപ്പൊ നമ്മുടെ വേദയാണെങ്കിൽ അപ്പോഴും പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും വരില്ല. അച്ഛനും അമ്മയും ഒന്ന് ദേഷ്യപ്പെട്ടപ്പോൾ വഴക്ക് പറയുന്നെന്ന് കരുതി ഞാൻ ഇവിടെ നിന്നും ഇറങ്ങത്തൊന്നുമില്ല. എന്റെ ഭർത്താവിന്റെ വീട് ഇതാണ്, ഞാൻ ഇനി ജീവനോടത്തോളം കാലം എന്താ പറയാ ഇവിടെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ ഉറച്ച തീരുമാനമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ നമ്മുടെ വേദയുടെ അമ്മ ഇങ്ങനെ ഓടി പോകുന്നുണ്ട് കേട്ടോ, കരഞ്ഞ്. അപ്പൊ മുത്തശ്ശിക്കാണെങ്കിൽ ഏകദേശം സന്തോഷമാണ്. മുത്തശ്ശിക്കറിയാം ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായാലും പിന്നീട് നല്ലൊരു ദാമ്പത്യമാകും എന്താ പറയാ തന്റെ പേരക്കിടാവിന് കിട്ടാൻ പോകുന്നത് നമ്മുടെ മുത്തശ്ശിക്കറിയാം. അപ്പൊ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മുടെ എന്താ പറയാ വിക്രത്തിന്റെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും നല്ല മരുമകളെയാണ് കിട്ടിയിരിക്കുന്നത്. ആ മനഃശുദ്ധി കൊണ്ട് ഇത്രയും സമ്പന്നയായ ഒരു മരുമകളെ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. അത് നിങ്ങൾ ആലോചിക്കണം. അവളെ കൈവിടാതെ സ്വന്തം മകളെ പോലെ ചേർത്ത് നിർത്തണം എന്നൊക്കെയായിട്ട് നമ്മുടെ മുത്തശ്ശി അവരോട് പറഞ്ഞിറങ്ങുന്നത്. അതിനുശേഷം നമ്മുടെ വിക്രം വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പൊ വിക്രവും വേദയും തമ്മിൽ കുറച്ച് കോമഡി ആയിട്ടുള്ള രംഗങ്ങളാട്ടോ പിന്നീട് കാണുവാൻ സാധിക്കുന്നത്. വേദ ഇങ്ങനെ പഴം കൊടുക്കുന്നു, എന്നിട്ട് പറയുന്നു വേറെ ഒരു പണിയില്ലല്ലോ, ഈ പഴം 3-4 വിഴുങ്ങിക്കോ എന്നൊക്കെ നമ്മുടെ വേദ പറയുന്നതും വിക്രം അത് കേട്ട് ഇങ്ങനെ വേദയോട് ദേഷ്യപ്പെടുന്നതും, വിക്രം പിന്നീട് ആ ഒരു പഴം നമ്മുടെ വേദയുടെ വേദത്തോട്ട് എറിയുന്നതും, വേദ നമ്മുടെ വിക്രത്തിനെ അടിക്കാൻ വരുമ്പോൾ വിക്രം ഇങ്ങനെ ഓടിപ്പോകുന്ന കുറച്ച് രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളും ആട്ടോ പിന്നീട് നമ്മുടെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അവസാനം നമ്മുടെ പത്മയും നമ്മുടെ മുത്തശ്ശിയൊക്കെ വീട്ടിലോട്ട് വരുമ്പോൾ അവര് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് വേദയുടെ അച്ഛനൊക്കെ, നിങ്ങൾ എന്തിനാ അവിടെ പോയി, നിങ്ങൾ അവിടെ ചെന്ന് ഓരോ പ്രാവശ്യം തലകുനിക്കുമ്പോൾ ഞാനാണ് നാണം കെടുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പത്മ നമ്മുടെ വേദയുടെ അച്ഛനോട് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അവര് നമ്മുടെ മകളല്ലേ അവള്, നിങ്ങൾക്കൊന്നും അവളെ പോയി കണ്ടുകൂടെ, സംസാരിച്ചുകൂടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അച്ഛന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ ആ പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ വേദയുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ വേദരെടുത്ത് വേദ ഇങ്ങനെ ആ ഒരു ശിവന്റെ ആ ഒരു വിഗ്രഹം ഉണ്ടല്ലോ അതിന്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. എന്താ പറയാ, ഭഗവാൻ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇനി എപ്പോഴാണ് ഞങ്ങൾ തമ്മിലൊന്ന് സെറ്റ് ആക്കുന്നത്, എത്രയും പെട്ടെന്നാക്കിയാൽ അത്രയും നല്ലതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാധ വരുന്നത് കേട്ടോ. അപ്പൊ രാധ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല വിക്രമേട്ടൻ, ഡെയിലി 3-4 പാക്കറ്റ് സിഗരറ്റ് വലിക്കും, പിന്നെ കഞ്ചാവ്, അത് ഇത് മയക്കുമരുന്ന്, പിന്നെ പെണ്ണുങ്ങളെ ഒരാളെയും ശല്യപ്പെടുത്താതെ വിക്രമേട്ടൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കള്ളക്കഥ ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ വേദയ്ക്കെല്ലാം മനസ്സിലാകാൻ തന്നെയാണ് സാധ്യത. വേദ എല്ലാം ഇങ്ങനെ കേട്ടൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ വേദയ്ക്കറിയാം നമ്മുടെ രാധ ഇതൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണ്. അപ്പൊ അങ്ങനത്തെ രംഗത്തിലായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് അല്ലെ. നമ്മുടെ വേദയാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി, ഇത്രയും കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായി വേദ ഒരിക്കലും അവിടെ നിന്ന് പോകില്ല വിക്രമിനെ വിട്ടല്ലേ. അപ്പൊ ഇനി ഇവരുടെ തമ്മിലുള്ള ഒരു പ്രണയം എപ്പോഴായിരിക്കും എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.